അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഭരണത്തിൽ കയറിയതിനു ശേഷമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക പോയത്. ഇപ്പോഴിതാ അടച്ചുപൂട്ടലിൻ്റെ ആഘാതം ന്യൂയോർക്കിലേക്കും ബാധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇനി ന്യൂയോർക്കിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയരില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 40 വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളാണ് തടസ്സപ്പെടാനായി പോകുന്നത്. US ഗവൺമെൻറ് ഷട്ട്ഡൗണിൻ്റെ 2ാം മാസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് കാരണം വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ ഇപ്പോഴും വൈകുന്നു. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, ഷിക്കാഗോ എന്നിവയുൾപ്പെടെ ഏകദേശം 40 US വിമാനത്താവളങ്ങളുടെ വിമാന സർവീസുകൾ വെള്ളിയാഴ്ച മുതൽ നിർത്തിവെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 40 പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ കുറയ്ക്കുമെന്ന് ഫെഡറൽ ഏവിയേഷനിലെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സർക്കാർ അടച്ചുപൂട്ടൽ സമയത്ത് ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് FAA വിമാന സർവീസുകൾ കുറയ്ക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാദമെന്ന് പറയുന്നത്. ഒരു മാസമായി കൺട്രോളർമാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലുള്ള അടച്ചുപൂട്ടൽ കാരണം ആഴ്ചകളിൽ ഒന്നും ലഭിക്കാനും സാധ്യതയില്ല. വിമാനത്താവളങ്ങളിലോ മറ്റ് സൗകര്യങ്ങളിലോ കൺട്രോളർമാരുടെ കുറവ് കാരണം FAA ഇതിനകം നിരവധി തവണ വിമാനങ്ങൾ വൈകിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, ഷിക്കാഗോ വിമാനത്താവളങ്ങൾ, US അടക്കമുള്ള മറ്റ് 40 ഹബ്ബുകൾ എന്നിവ സർക്കാർ അടച്ചുപൂട്ടൽ കാരണം വെള്ളിയാഴ്ച വിമാനങ്ങൾ റദ്ദാക്കാൻ തന്നെ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ കണക്കാക്കുന്നു. മൊത്തം കുറവ് 1800 വിമാനങ്ങളും 2,68,000-ത്തിലധികം സീറ്റുകളുമാകുമെന്ന് വ്യോമയാന വിശകലന സ്ഥാപനം കണക്കാക്കുന്നു. വെള്ളിയാഴ്ച വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന അമേരിക്കൻ വിമാനത്താവളങ്ങൾ ആങ്കറേജ് ഇന്റർനാഷണൽ അലാസ്ക, ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് ഇന്റർനാഷണൽ ജോർജിയ, ബോസ്റ്റൺ ലോഗൻ ഇന്റർനാഷണൽ മസാച്യൂസെറ്റ്സ്, ബാൾട്ടിമോർ വാഷിംഗ്ടൺ ഇന്റർനാഷണൽ മേരിലാൻഡ്, ഷാർട്ടർ ഡഗ്ലസ് ഇന്റർനാഷണൽ നോർത്ത് കാരോലിന, സിൻസിറ്റാനി നോർത്തോൺ കെൻറ്റക്കി ഇന്റർനാഷണൽ ഒഹായോ, ഡോളസ് ലവ് ഫീൽഡ് ടെക്സസ്, റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ വെർജീനിയ, ഡെൻവർ ഇന്റർനാഷണൽ കൊളറാഡോ, ഡാലസ് ഫോർട്ട് വർത്ത് ഇന്റർനാഷണൽ ടെക്സസ്, ഡിസ്ട്രോയിറ്റ് മെട്രോപൊളിറ്റിക്കൻ വെയ്റ്റർ കൗണ്ടി മിഷിഗൻ, ന്യൂവാൻഡ് ലിബർട്ടി ഇന്റർനാഷണൽ ന്യൂജേഴ്സി, ഫോർട്ട് ലോഡർഗെയിൽ ഹോളിവുഡ് ഇന്റർനാഷണൽ ഫ്ലോറിഡ, ഹോണോലുലു ഇന്റർനാഷണൽ ഹവായ് എന്നിങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടുകളുടേത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ടാമ്പ ഇന്റർനാഷണൽ ഫ്ലോറിഡ വരെയുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.